നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം IPL കഴിഞ്ഞ ആഴ്ച സെഞ്ചുറി ചാകരയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാർ സ്പോർട്സ് ആ ഒരു ആഴ്ചയെ വിശേഷിപ്പിച്ചത് വളരെ മനോഹരമായിട്ടാണ്. എ ടണ്ടർഫുൾ വീക്ക് എന്നാണ്. ടണ്ടർഫുൾ വീക്ക്. ടണ്ണുകൾ ഒന്നിനു പുറകെ ഒന്നായി പിറന്നൊരാഴ്ച. 6 സെഞ്ചുറികളാണ് കഴിഞ്ഞ വീക്കിൽ പിറന്നത്. നോക്കാം നമുക്ക് ഏതൊക്കെ സെഞ്ചുറികളാണ്. നമ്മുടെ ചേട്ടൻ അതിലുണ്ട്, തിലകുണ്ട്, അഭിഷേകുണ്ട്, സായ് സുദർശനുണ്ട്, പിന്നെ KL രാഹുലുണ്ട്, വൈഭവ് സൂര്യവംശിയുണ്ട്. ആദ്യം തിലകിൻ്റെ 45 പന്തുകളിൽ നിന്ന് 101 റൺസാണ് അവൻ GTക്കെതിരെ നേടിയത്. കളി മുംബൈ കൈവിടുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ആ ഒരു അടി വരുന്നത്. രണ്ടാമത്തെ ടൈം ഔട്ടിന് ശേഷം അവനടിച്ച അടി താങ്ങാൻ GTക്ക് കഴിഞ്ഞില്ല. അവിടെയാണ് ആ വിജയം മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിരുന്നതും. 45 പന്തുകൾ 101 നോട്ട് ഔട്ട്. അടുത്ത സെഞ്ചുറി നമ്മൾ കാണുന്നത് DCക്കെതിരെ അഭിഷേക് ശർമ്മയുടെ ബാറ്റിൽ നിന്നാണ്. വല്ലാത്തൊരു പൊളിച്ചെടുക്കലായിരുന്നു അത്. 68 പന്തുകളിൽ നിന്ന് 135 നോട്ട് ഔട്ട്. അപ്പോൾ തിങ്കളാഴ്ച തിലകിൻ്റെ സെഞ്ചുറി, ചൊവ്വാഴ്ച കഴിഞ്ഞ ആഴ്ചയിലെ കാര്യം പറയുകയാണെ, ചൊവ്വാഴ്ച അഭിഷേകിൻ്റെ സെഞ്ചുറി, ബുധനാഴ്ച ഒരു ഓഫ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. വ്യാഴാഴ്ച ചേട്ടൻ്റെ സെഞ്ചുറി. ചേട്ടൻ MIക്കെതിരെ വാങ്കഡയിൽ പൊളിച്ചടുക്കിയ ദിവസം. മറ്റ് ബാറ്റർമാർക്ക് ആർക്കും അർദ്ധ സെഞ്ചുറി പോലും നേടാൻ പറ്റാതിരുന്ന ആ പിച്ചിൽ ചേട്ടൻ നേടിയത് 54 പന്തുകളിൽ നിന്ന് 101 നോട്ട് ഔട്ടാണ്. ചേട്ടൻ്റെ ആ ഇന്നിങ്സിൻ്റെ ബലത്തിൽ തന്നെയാണ് CSK വാങ്കഡയിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച നമ്മൾ കണ്ടത് സായ് സുദർശൻ്റെ സെഞ്ചുറിയാണ് RCBക്കെതിരെ. പക്ഷേ കളി GT പരാജയപ്പെട്ടു. 58 പന്തുകളിൽ നിന്നാണ് മനോഹരമായ സെഞ്ചുറി സായ് സുദർശൻ നേടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കണ്ടത് ഇന്നലെ PBKസിനെതിരെ, അതായത് കഴിഞ്ഞ ദിവസം, ഇന്നലെ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച PBKസിനെതിരെയുള്ള KL രാഹുലിൻ്റെ സെഞ്ചുറിയാണ്. അതൊരു വല്ലാത്ത സെഞ്ചുറിയാണെന്ന് മാത്രമല്ല, റെക്കോർഡിട്ട സെഞ്ചുറിയാണ്. IPL ഒരു ഇന്ത്യൻ ബാറ്ററുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ് അദ്ദേഹം നേടിയത്. 67 പന്തുകൾ 152 നോട്ട് ഔട്ട്. KL രാഹുൽ PBKസിന് മേൽ ആധിപത്യം പുലർത്തി. പക്ഷേ PBKസ് തിരിച്ചടിച്ച് വിജയിച്ച് കയറി, കളി തോറ്റു. അതേ ദിവസം തന്നെ മറ്റൊരു ടീമിൽ തോറ്റ സെഞ്ചുറി, പക്ഷേ സെഞ്ചുറി വേറെ ലെവലായിരുന്നു. വൈഭവ് മോൻ ശനിയാഴ്ച SRHനെതിരെ 37 പന്തുകളിൽ നിന്നാണ് അവൻ്റെ 103 റൺസ് വന്നത്. 36 പന്തിൽ അവൻ സെഞ്ചുറി അടിച്ചു. 37ാമത്തെ പന്തിൽ അവൻ ഔട്ടായി. ചുരുക്കി പറഞ്ഞാൽ ആ ആഴ്ച നോക്ക്. തിങ്കളാഴ്ച സെഞ്ചുറി തിലക് വർമ്മയുടെ വക, ചൊവ്വാഴ്ച സെഞ്ചുറി അഭിഷേകിൻ്റെ വക, ബുധനാഴ്ച ഒന്ന് ഓഫ് ഉണ്ടായിരുന്നു. പിന്നെ വ്യാഴാഴ്ച ചേട്ടൻ്റെ വക, സഞ്ജു സാംസൻ്റെ വക സെഞ്ചുറി, വെള്ളിയാഴ്ച സായ് സുദർശൻ്റെ വക സെഞ്ചുറി, ശനിയാഴ്ച രാഹുലും വൈഭവും ചേർന്ന് സെഞ്ചുറി. അപ്പോൾ ഇതിനെയല്ലാതെ മറ്റേത് ആഴ്ചയെ നമ്മൾ ടണ്ടർഫുൾ വീക്ക് എന്ന് വിളിക്കണം? യെസ്, ആബ്സല്യൂട്ട്ലി കഴിഞ്ഞു പോയതൊരു ടണ്ടർഫുൾ വീക്കായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൽ എത്താം.